നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാരതാംബ കേരള സർവകലാശാല വിവാദങ്ങളിൽ ചർച്ച നടന്നു. അർലേക്കറിന് മുന്നിൽ മുട്ടുകുത്തി CPM-ഉം സർക്കാരും. എറണാകുളം ആലുവയിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. നേര്യമംഗലം സ്വദേശി ബിനു പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതക വിവരം പുറത്തറിഞ്ഞത് പ്രതി സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ചു കാണിച്ചതോടെ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക്. ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി ചർച്ച നടത്തിയെങ്കിലും ധാരണയായിരുന്നില്ല. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ തകർന്നു വീണ സ്കൂൾ കെട്ടിടത്തിൽ 1 വർഷമായി ക്ലാസുകൾ നടക്കുന്നുണ്ടായിരുന്നില്ല എന്ന പ്രധാന അധ്യാപകന്റെ വാദം തള്ളി കുട്ടികളും നാട്ടുകാരും. അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കൊല്ലം തേവരകല ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അടച്ചിട്ട സ്കൂൾ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം KSEB ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതികളാകും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തും. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും. യന്ത്ര തകരാർ പരിഹരിച്ചു. ബ്രിട്ടീഷ് A35 നാളെ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങും. ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം മറവു ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് കർണാടക സർക്കാർ. DGP പ്രണവ് മൊഹന്തി അന്വേഷണത്തിന് നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. തൃശൂരിൽ ഇരട്ട സഹോദരന്മാരായ പോലീസുകാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ നടപടി. സ്പെഷ്യൽ ബ്രാഞ്ച് SI ദിലീപ് കുമാറിനെയും പഴയന്നൂർ സ്റ്റേഷൻ SI പ്രദീപ് കുമാറിനെയും സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് നടപടി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ പ്രദീപ് കുമാറിന്റെ കൈ ഒടിഞ്ഞിരുന്നു. KSEB ബംഗ്ലാവിൽ മുൻ മന്ത്രി MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അനധികൃതമായി താമസിച്ചത് 2435 ദിവസങ്ങൾ. വിജിലൻസ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴയിട്ട് തടിയൂരാൻ ശ്രമം. കാമുകിയായ പോലീസ് ഉദ്യോഗസ്ഥയെ കൊന്ന് സൈനികൻ. കാമുകി ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് സംഭവം. കച്ചിലെ അഞ്ചാർ പോലീസ് സ്റ്റേഷനിലെ ASI ആയ അരുണാബെൻ നാദുഭായി ജാദവ് ആണ് കൊല്ലപ്പെട്ടത്. CRPF കോൺസ്റ്റബിൾ ദിലീപ് ദങ്ജായ ശനിയാഴ്ചയാണ് അഞ്ചാര പോലീസ് സ്റ്റേഷനിലെത്തി കൊലപാതകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. യാത്രകൾ സുഗമമാക്കാനും ചില്ലറയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും KSRTCയുടെ പരിഹാരം ട്രാവൽ കാർഡ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കിയത് 1 ലക്ഷത്തിലേറെ പേർ. KSRTCയുടെ യാത്രാ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന ചലോ ആപ്പ് 1,20,000-ത്തിലധികം പേരാണ് ഇതിനോടകം ഡൗൺലോഡ് ചെയ്തത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ ഇന്ന് ലോക ചാന്ദ്രദിനം. ലോകം ഉറങ്ങുന്ന രാജകുമാരൻ എന്ന നൊമ്പരത്തോടെ വിളിച്ച സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി അൽ ഐനിലെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച ശക്തമായ മഴ. പിന്നാലെ പൊടിക്കാറ്റ് മുന്നറിയിപ്പ്. പ്രതിസന്ധിയിലായ ജലവിതരണ മേഖലയെ പുനഃക്രമീകരിക്കാനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി പുതിയ ജല ഓംബുഡ്സ്മാനെ പ്രഖ്യാപിക്കാനൊരുങ്ങി പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ്. UK-യിലെ ഗർഭകാലത്തോ പ്രസവശേഷം ഉടൻ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ. ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെന്നും കണക്കുകൾ. ഞായറാഴ്ച ലിവർപൂളിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെ തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച 4 പേർ അറസ്റ്റിൽ. ഈ വർഷത്തെ കുടുംബ അവധിക്കാല യാത്രകൾക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസ് UK-യിലെ സമ്പന്ന വിനോദ കേന്ദ്രമായ കോട്സ്വോൾഡ്സ് തിരഞ്ഞെടുത്തതായി റിപ്പോർട്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ബ്രസീലിലെ 11 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 8 പേരുടെ US വിസ റദ്ദാക്കിയതായി റിപ്പോർട്ട്. നീക്കം മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനയ്ക്കെതിരായ വിചാരണ നിർത്തിവെക്കാൻ. ദക്ഷിണ കൊറിയയിലുണ്ടായ കനത്ത മഴയിലും 5 ദിവസമായി തുടരുന്ന വെള്ളപ്പൊക്കത്തിലും 17 മരണം, 11 പേരെ കാണാതായി. ലോസ് ഏഞ്ചൽസിലെ നിശ ക്ലബിന് പുറത്ത് ഒരാൾ കാർ ഓടിച്ചു കയറ്റി 30 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരം. വിയറ്റ്നാമിൽ ഇടിമിന്നലിൽ ഒരു ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 38 വിനോദസഞ്ചാരികൾ മരിച്ചു. 7 പേരെ കാണാതായി. ജപ്പാനിലെ ഷിഗരു ഇഷിബയുടെ ന്യൂനപക്ഷ മന്ത്രിസഭയിൽ അനിശ്ചിതത്വം തുടരുന്നു. തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടി ശക്തമായ വിജയം നേടിയതോടെ സർക്കാർ സഖ്യത്തിന് ഉപരിസഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. സ്പീഡ് ന്യൂസ് അവസാനിച്ചു.